നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വക്കീലിന്റെ കോള് വരുന്നുണ്ട് സുധീഷിന്. കോള് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സുധീഷ് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. കാരണം ഇത്ര പെട്ടെന്ന് വക്കീൽ ഓഫീസിൽ നിന്ന് കോള് വരുമെന്നൊന്നും സുധീഷ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഡിവോഴ്സിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സുധീഷ് ആണെങ്കിലോ വല്ലാത്ത ടെൻഷനായി. ഇനി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. നിധിയുടെ ഒറ്റ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഡിവോഴ്സിന് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. നാളെ കോടതി ഹാജരാവാനായിട്ട് പറഞ്ഞിരിക്കുക. അങ്ങനെ സുധീഷ് വല്ലാതെ ടെൻഷനായിട്ട് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് വന്ന് കാര്യം തിരക്കുന്നുണ്ട്. അപ്പോഴേക്ക് സുഭാഷിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സുഭാഷ് ചേട്ടാ. ഇത്രയും നാളെ ഞാൻ കഷ്ടപ്പെട്ട് വെറുതെ ആയല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോൾ സങ്കടം വരുന്നുണ്ട്. സുധീഷിന്റെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ സുധീഷ് സാധാരണഗതിയിൽ അതൊന്നും ആരോടും പുറത്ത് കാണിക്കാറുണ്ടായിരുന്നില്ല. എല്ലാം ഉള്ളിലൊതുക്കി എന്തേലുമൊക്കെ ചിരിയും കളിയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കത്തുള്ളൂ. പക്ഷെ സുധീഷിന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, ഡിവോഴ്സിനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വേണ്ട സുഭാഷ് ചേട്ടാ, സുഭാഷ് ചേട്ടാ സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നെന്ന് എനിക്ക് തോന്നില്ല. എടാ ഞാനിന്ന് സംസാരിച്ചു നോക്കാം. ഒടുവിൽ സുഭാഷ് പോയി നിധിയോട് സംസാരിക്കുന്നുണ്ട്. ഡിവോഴ്സിനെ കുറിച്ചൊക്കെ എല്ലാം കേട്ടിഞ്ഞപ്പോൾ നിധി പറഞ്ഞു, അതെ ഇനി സുധീഷിന്റെ ജീവിതത്തിൽ ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കാരണം സുധീഷിന്റെ ജീവിതം കൂടെ തറന്നിരിക്കുമല്ലേ. സുധീഷിനൊരു ജീവിതം വേണ്ട സുഭാഷ് ചേട്ടാ. കല്യാണമൊക്കെ കഴിച്ച് സുധീഷ് സുഖമായിട്ട് ജീവിക്കാനുള്ളതല്ലേ. അപ്പൊ പിന്നെ ഞാൻ ഈ കല്യാണത്തിന്റെ പേരിൽ സുധീഷിനെ അങ്ങനെ കെട്ടിയിടുന്നത് ശരിയാണോന്ന് ചോദിച്ചു. സുഭാഷിന് എന്ത് മറുപടി പറയണമെന്നറിയില്ല. സുധീഷ് ഇഷ്ടത്തോടെ കല്യാണം കഴിച്ചെന്നുള്ള കാര്യം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിധി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതും ഒരു ടെൻഷനായിപ്പോയി സുഭാഷിന്. സുഭാഷ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനായിട്ടാ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല നിധിക്ക് അങ്ങനെ ജീവിച്ചുകൂടാന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, അതിന് ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ലല്ലോ സുഭാഷ് ചേട്ടാ. അപ്രതീക്ഷിതമായിട്ടൊരു മുഹൂർത്തത്തില് പെട്ടെന്ന് താലി ആർത്തിയതല്ലേ സുധീഷ് എൻ്റെ കഴുത്തില്. അല്ലാതെ ഞങ്ങളൊരു അറേഞ്ച്ഡ് മാരേജോ പ്രണയ വിവാഹമൊന്നും ആയിരുന്നില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നിടത്ത് സുഭാഷിന് പിന്നെ എന്ത് പറയാൻ പറ്റും? സുഭാഷ് പിന്നെ ഒന്നും പറയാനായിട്ട് പോയില്ല. അങ്ങനെ ഒടുവിൽ സുധീഷും നിധിയും കൂടെ കോർട്ടിലേക്ക് പോവാണ്. അപ്പം ആദ്യമായിട്ടാണ് കോർട്ടിലേക്ക് പോകുന്നത്. അതിൻ്റെതായൊരു ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ടു പേർക്കും. പോകുന്ന സമയത്തും സുധീഷിൻ്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് കേസ് ഒന്ന് ഇല്ലാതായാൽ മതിയായിരുന്നു. അങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടെന്നൊരു ചിന്ത. അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും വക്കീല് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വക്കീല് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്ത് ചെയ്യണം എങ്ങനെ പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഒടുവിൽ അവരുടെ കേസ് വിളിക്കുകയാണ്. കേസ് വിളിച്ചിട്ട് കാരണം എന്താണെന്ന് നിധിയോട് ചോദിക്കുന്നുണ്ട്, ഡിവോഴ്സിന് കൊടുക്കാനുള്ളത്. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്ക് ഡിവോഴ്സ് വേണം മാഡം. അതിന് കാരണം എനിക്ക് സുധീഷിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ കോടതി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വിടുവാണ്. അപ്പോഴേക്കും നിധിക്ക് ഭയങ്കര ടെൻഷനായി. ഇനിയിപ്പോൾ കൗൺസിലിങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നാ ഡിവോഴ്സ് കിട്ടുമെന്ന് അറിയില്ലല്ലോ. വക്കീലിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വക്കീല് പറഞ്ഞു, അതെ വന്ന ഉടനെ പെട്ടെന്ന് തന്നെ കോടതി ഡിവോഴ്സ് എടുത്ത് തരത്തില്ല. ഇനി കൗൺസിലിംഗ് അങ്ങ് നടത്തും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ കോടതി നോക്കും. എന്നിട്ട് മാത്രം ഡിവോഴ്സ് കിട്ടത്തുള്ളൂ. ഒരു 5-6 മാസം എങ്ങനെയും പിടിക്കുമെന്ന് പറഞ്ഞു. ഒടുവിൽ രണ്ടുപേരും കൂടെ കൗൺസിലിങ്ങിനായിട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് രണ്ടുപേരുടെയും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നീട് ഓരോരുത്തരും തനിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട്. ആദ്യം നിധിയോടായിരുന്നു. നിധിയെ വിളിച്ചിരുത്തി അവർ രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരും കൗൺസിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് 5-6 മാസമല്ലേ ആയുള്ളൂ, ഇതിനുള്ളിൽ തന്നെ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? നിധി പറഞ്ഞു, എനിക്ക് ഡിവോഴ്സ് വേണം, സുധീഷിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ സുധീഷിനെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, എനിക്ക് നിധിയോടൊപ്പം ജീവിക്കാനായിട്ടാണ് താല്പര്യം, എനിക്ക് അവളോടൊപ്പം ജീവിക്കണം എന്നാ, അല്ലാതെ എനിക്ക് വേറെ ഒരു വിവാഹം വേണ്ട, എനിക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞു. അവർക്ക് പോലും കൺഫ്യൂഷനായിപ്പോയി. ഒരാൾ ഡിവോഴ്സ് വേണമെന്ന്, ഒരാൾ വേണ്ടെന്ന്. അങ്ങനെ ഒടുവിൽ പിന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കേസ് മാറ്റി വെച്ചു. പക്ഷെ പെട്ടെന്നൊന്നും അങ്ങനെ ഡിവോഴ്സ് കിട്ടാനും പോകുന്നില്ല. അങ്ങനെ കോടതിയിലെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. സുധീഷിൻ്റെ മനസ്സിൽ അപ്പോഴും ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീഷ് പറഞ്ഞു, അല്ല നിധി, ഈ ഡിവോഴ്സൊക്കെ വേണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? വെറുതെ എന്തിനാ നമ്മളൊരു റിസ്ക് എടുക്കണേ? അത് ശരിയാകത്തില്ല സുധീഷേ. സുധീഷ് ഇനിയിപ്പം വേറെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളതല്ലേ. അപ്പം പിന്നെ ഞാനായിട്ട് എന്തിനാ ഓരോ ദിവസവും സുധീഷിനെ വെറുതെ പാഴാക്കണത്? അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ആ മാഡം പറഞ്ഞു കേട്ടോ,
നമ്മളിനി ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോലും രണ്ടാം ഘട്ടം എന്ന് അറിയപ്പെടുകയുള്ളൂ. അത് നിധിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം. നിധിക്ക് ഒരു കല്യാണം ഉണ്ടാവണമെങ്കിൽ രണ്ടാം ഘട്ടം എന്നൊക്കെയല്ലേ, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അതൊന്നും സാരമില്ല, എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്ലാനും പരാജയപ്പെട്ടു. ഒടുവിൽ നിധിയെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് സുധീഷ് പോവാണ്. സുധീഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഹരീഷിന് ഭയങ്കര ടെൻഷൻ. കാരണം നീതുവിനോട് വഴക്കുണ്ടാക്കിയിരിക്കുക. നീതു ആണെങ്കിൽ അതുകൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് വരുന്നു പോലുമില്ല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കിയിട്ടുണ്ട് അവൾ തന്നെ ചീത്ത പറയുമോ? എന്നാലും സാരല്ലോ, ഒരു മെസ്സേജെങ്കിലും അയച്ചു നോക്കാം. ആ സമയത്ത് നീതുവിനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഹരീഷിന് ഒരു മെസ്സേജ് അയക്കണം വിളിക്കണം എന്നൊക്കെ ഉണ്ട്. ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ വിളിക്കാനും മെസ്സേജ് അയക്കാനും പേടി. ഹരീഷ് ദേഷ്യപ്പെട്ടാലോന്ന് ഓർത്തിട്ട് ഒടുവിൽ ഹരീഷ് തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തെടുക്കുവാന്ന് ചോദിച്ചുകൊണ്ട് ആ മെസ്സേജ് കണ്ടപ്പോൾ നീതുവിന് സമാധാനമായി. നീതു തിരിച്ച് മെസ്സേജ് അയക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നീതുവിൻ്റെ അമ്മ അങ്ങോട്ട് വന്നു. നീ എന്തെടുക്കുവാടി ഇവിടെ? അമ്മേ ഒന്ന് മിണ്ടാതെ പോയിക്കോ അവിടുന്ന്. എടി ആ തുണിയൊക്കെ കൊണ്ട് കഴുകിയിടുക. അവൾ കയറിയിരിക്കുന്നു. എപ്പം നോക്കിയാലും ഒരു ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. നിനക്ക് വേറൊരു പണിയില്ലേ? ഒരെണ്ണം ഞാൻ ഇട്ട് തന്നാണ്ടല്ലോ. അവൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് കുറേ ചീത്ത പറയണം. നീതുവിന് നല്ല സങ്കടവും ദേഷ്യമായി. ഒടുവിൽ പറഞ്ഞു, നിന്റെ ഫോൺ ഞാൻ തല്ലിപ്പൊടിച്ച് കളയും, മര്യാദയ്ക്ക് പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, എഴുന്നേറ്റ് പോടിയെന്നും പറഞ്ഞുകൊണ്ട് നീതുവിനെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ച് വിടുവാണ്. ആ സമയത്ത് ഹരീഷിൻ്റെ അടുത്തേക്ക് ബൈക്ക് നന്നാക്കാനായിട്ട് ഒരാൾ വരികയും ചെയ്തു. അതുകൊണ്ട് മെസ്സേജ് അയക്കാൻ പിന്നീട് ഹരീഷിന് പറ്റിയില്ല. അങ്ങനെ ഹരീഷ് ബൈക്ക് നന്നാക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നീതു എന്ത് ചെയ്തു, ഹരീഷിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഹരീഷിനെ കാണാൻ വന്നു കഴിഞ്ഞ് ഹരീഷിനോട് സംസാരിക്കുകയാണ്. അപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കുള്ളിലെ പ്രശ്നങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും സെറ്റാവുകയാണ്. നീതു പറഞ്ഞു, എന്നെ കാണാതിരുന്നില്ലെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, ആര് പറഞ്ഞു? എനിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നീയല്ലേ എന്നോട് വഴക്കടിച്ചു പോയത്. പിന്നീട് ചന്തുവിനോട് ചായ മേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ചന്തുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ കണ്ണി നോക്കിയിട്ട് അവരുടെ പ്രണയങ്ങളൊക്കെ കൈമാറുകയാണ്. ഭയങ്കര സന്തോഷമായി നീതുവിന്. നീതു വിചാരിച്ചുകൊണ്ടിരുന്ന ഇനിയിപ്പോൾ ഹരീഷ് മിണ്ടത്തില്ല, തന്നോടിനി പഴയപടി തന്നെ പെരുമാറുന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ഹരീഷിൻ്റെ മനസ്സിലിപ്പോൾ ആഴത്തിൽ നീതു പതിഞ്ഞു കഴിഞ്ഞു. നീതുവിനെ കാണാതെ മിണ്ടാതിരിക്കാനായിട്ട് ഇപ്പോൾ ഹരീഷിനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് സുധീഷ് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ വിഷമിച്ച് പുറത്തു പോയി ഇങ്ങനെ ഇരിക്കണ സമയത്താണ് അവിടെ വെച്ച് അവരുടെ കല്യാണം നടത്തി കൊടുത്ത പോലീസുകാരനെ കാണുന്നത്. അപ്പോഴേക്ക് സുധീഷിന് മനസ്സിലൊരു ഐഡിയ ഉണ്ടായി. സുധീഷ് പെട്ടെന്ന് പോലീസുകാരനെ വിളിച്ചുകൊണ്ട് ഒരു ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോകണം. അങ്ങനെ കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കണ സമയത്ത് നിധിയുടെ വീട്ടുകാർ തന്നോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ചൊക്കെ പറയണം. തന്നെ വിളിച്ചുകൊണ്ട് പോയതും പിന്നെ കുറച്ച് പൈസ അന്ന് വിട്ടതും അവർ തന്നെ അടിച്ചു മാറ്റിയതും പിന്നെ തന്നെ കുറ്റക്കാരാക്കാൻ ശ്രമിച്ചതൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ടിഞ്ഞപ്പോഴത്തേനും പോലീസുകാരൻ പറഞ്ഞു, ശരിക്കും അയാളെ പിടിച്ച് അകത്തിടുക ചെയ്യണ്ടേ. സുധീഷ് പറഞ്ഞു, അതിൻ്റെ ഒന്നും കാര്യമില്ല സാറേ, എൻ്റെ അമ്മായിച്ചനല്ലേന്ന് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ചെറുപ്പക്കാരൊക്കെ കുറവാന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, ശരിയാ, പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, എൻ്റെ ഭാര്യയ്ക്ക് അത് മനസ്സിലാവണ്ടേ. അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഡിവോഴ്സോ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളല്ലേ ആയുള്ളൂ. അതെ, അവളുടെ വീട്ടുകാരുടെ എല്ലാവരും കൂടെ നിർബന്ധം കാരണമാണെന്ന് തോന്നേ അവൾ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിരിക്കുക. സത്യം പറ, നീ അവളെ ഉപദ്രവിക്കുന്നുണ്ടോ? നിന്റെ വീട്ടുകാരെ അങ്ങനെ എന്തേലും? അങ്ങനെയൊന്നുമില്ല സാറേ, ഞാൻ അവളെ പൊന്നു പോലെയാണ് നോക്കുന്നേ. സാറ് എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. ഡിവോഴ്സിന് വേണ്ടി കൊടുത്തിരിക്കുക. അവൾ എങ്ങനെയും ആ ഡിവോഴ്സ് കേസ് ഒന്ന് പിൻവലിക്കണം. സാർ അവളെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്ത്? സാറ് വിളിച്ചു പറ. ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ കല്യാണമല്ലേ, 1 വർഷം പോലും തികഞ്ഞിട്ടില്ലല്ലോ. ഒടുവിൽ പോലീസുകാരെന്ത് ചെയ്തു, നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട്, ഞാൻ പോലീസാണ്, അന്ന് കല്യാണം നടത്തുന്നത് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധിക്ക് ആളെ മനസ്സിലായി. പറഞ്ഞോ സാറേ, എന്താ നിങ്ങൾ ഡിവോഴ്സിന് കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ സത്യം പറ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങളല്ലേ പറഞ്ഞേ എനിക്ക് സുധീഷിനെ മാത്രം മതി, സുധീഷിനെ വിവാഹം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നടത്തി തന്നതല്ലേ. നിങ്ങളുടെ വീട്ടുകാരുടെ ക്രൂരത കാരണം നിങ്ങൾ ഓടി വന്നതല്ലേ. എന്നിട്ടിപ്പം നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമെന്ന് നിങ്ങളത് എന്ത് ഭാവിച്ചാന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് പോയി ഡിവോഴ്സ് കേസ് പിൻവലിച്ചോണം, അല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല. നിങ്ങളുടെ പേര് ഞങ്ങൾ കേസെടുക്കും. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തി വെറുതെ കുട്ടിക്കളിയാന്നാണോ ഓർക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. നിധി ആകെപ്പാടെ പേടിച്ചു പോയി. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാറേ, എങ്ങനെ എനിക്കിത് പറയണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. സാരമില്ല, നിങ്ങൾ നന്നായിട്ട് ജീവിച്ച് കണ്ടാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെ സുധീഷ് വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ നിധി ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സുധീഷിനോട് പറയുന്നുണ്ട്. എന്നെ ആ പോലീസുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, സുധീഷിനെ വിളിച്ചോന്ന് ചോദിച്ചു. ഇല്ല, എന്നെ വിളിച്ചൊന്നുമില്ല. അല്ലെങ്കിലും എന്നെ എന്തിനാ വിളിക്കണേ? എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? എനിക്കറിയില്ല. എന്നാലും ആരായിരിക്കും ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ആ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക? സുധീഷാണോ? ഞാനോ? ഞാനെന്തിനാ പറയണേ? ഞാനാണെങ്കിൽ ആ സാറിനെ കണ്ടിട്ട് പോലുമില്ല. എങ്കിൽ ഇനിയിപ്പോൾ വക്കീലായിരിക്കോ? വക്കീലിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഈ സമയത്താ ഒടുവിൽ നിധി വക്കീലിനെ വിളിക്കണം. ആ സമയത്ത് വക്കീലിനോട് വിളിച്ചിട്ട് ഇങ്ങനെ പോലീസുകാരോട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. വക്കീൽ പറഞ്ഞു എൻ്റെ പണി അതൊന്നും അല്ലാന്ന് പറഞ്ഞു. നിധിക്കാണ് ആകെപ്പാട് ടെൻഷനായി. നിധി ഒടുവിൽ ആ പോലീസുകാരനെ തന്നെ വിളിക്കാൻ തീരുമാനിച്ചു. നേരിട്ട് കണ്ട് സംസാരിക്കണം. അങ്ങനെ ആ പാതിരാത്രി സമയത്ത് പോലീസുകാരനെ വിളിച്ചു. സുധീഷിന് ആ ടെൻഷനായി. സാറേ, എനിക്ക് സാറിനെ ഒന്ന് കാണണം. നാളെ സ്റ്റേഷനിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ പുറത്ത് വെച്ച് കണ്ടാലും മതി. ഒടുവിൽ പറഞ്ഞു എന്നാൽ സ്റ്റേഷനിലേക്ക് പോരാൻ പറഞ്ഞു. സുധീഷിന് ടെൻഷനായി. ഇനിയിപ്പം പോലീസുകാർ സത്യങ്ങളൊക്കെ പറയുമോ? അങ്ങനെ വരാൻ വഴിയില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ നിധി അങ്ങോട്ട് കിടക്കാൻ പോയി. പിറ്റേ ദിവസം നിധിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആ സുധീഷിന് അറിയായിരുന്നു. എല്ലാവരും പോയി കിടന്നു കഴിഞ്ഞപ്പോൾ സുധീഷ് എന്ത് ചെയ്തു? ഹാളെല്ലാം ക്ലീനാക്കി. എന്നിട്ട് അവിടെ എല്ലാം മെഴുകുതിരി എല്ലാം കത്തിച്ചു വെച്ചു. കേക്കൊക്കെ എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് സുഭാഷിനെയൊക്കെ വിളിക്കുന്നത്. ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിധിയുടെ ബർത്ത്ഡേയുടെ കാര്യം. അങ്ങനെ അവരെല്ലാം വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴത്തേനും ഹരീഷ് വെച്ച് എന്തിനാടാ ഈ പാതിരാത്രി സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന കാര്യം എന്താ? 11:30 കഴിഞ്ഞിട്ടുള്ളൂ. അതെ, നിധിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ബർത്ത്ഡേയോ? അതെ. അപ്പോഴേക്കും സുഭാഷ്, നീ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. നികേഷ് വെച്ച് ഇതെങ്ങനെ സുധീഷേനറിയാം? പിന്നെ എൻ്റെ ഭാര്യയുടെ പിറന്നാള് ഞാൻ പിന്നെ ഓർത്തിരുന്നതിൻ്റെ വേറെ ആരാ ഓർത്തിരിക്കണമെന്ന് ചോദിച്ചു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഹാളിലെല്ലാം തിരിയൊക്കെ എല്ലാം കത്തിച്ച് നല്ല സെറ്റാക്കി കേക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 2 കേക്ക് ഉണ്ടായിരുന്നു. ഒരു കേക്ക് ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞിട്ട്, പിന്നെ മറ്റൊരു കേക്ക് കുറേ ലവ് ചിഹ്നമൊക്കെ ഇങ്ങനെ വരച്ച ഒരു കുഞ്ഞു കേക്ക് ആയിരുന്നു. മൊത്തം റെഡ് കളറിലൊരു കേക്ക്. അത് നിധിക്ക് വേണ്ടി മാത്രം. ഇത് കണ്ടു കഴിയുമ്പോൾ കണ്ടു അവൾക്ക് എൻ്റെ പ്രണയം മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. ഹരീഷ് പറഞ്ഞ് ഇത്ര നേരത്തെ വിളിച്ചെഴുന്നേൽപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. 11:30 കഴിഞ്ഞല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരായിരുന്നോ? എടാ, ഇത്തിരി നേരത്തെ ഏറ്റോണ്ട് എന്താ കുഴപ്പമിരിക്കണേ? 12 മണി ആറായി കഴിഞ്ഞപ്പോൾ നികേഷ് പറഞ്ഞു ഞാൻ പോയി വിളിക്കാമെന്ന് പറഞ്ഞു. വേണ്ട ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ നിധിയെ പോയി വിളിക്കുകയാണ്. നിധി ഓർത്തു ഈ സമയത്ത് എന്തിനാ സുധീഷ് വിളിക്കണമെന്ന് ഓർത്തു. വന്ന് കഥവ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും വലിയൊരു ബൊക്കെയൊക്കെ നിധിക്ക് കൊടുക്കണം. ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് പറഞ്ഞുകൊണ്ട് നിധിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നിധി സന്തോഷത്തോടെ വരുമ്പോഴത്തേനും ഹാളിലിങ്ങനെ അവരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കേക്കൊക്കെ വെച്ച എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. നിധിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നിധി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് സന്തോഷത്തോട് കൂടിയിട്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നിധിയുടെ ബർത്ത്ഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുവാണ്. നികേഷ് പറഞ്ഞു സുധീഷ് ചേട്ടനാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. 11:30 ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ചെഴുന്നേൽപ്പിച്ചെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു എന്നാലും നിനക്കൊരു വാക്ക് എന്നോട് നേരത്തെ പറയായിരുന്നു സുധീഷ് എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു വേണ്ട, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ സുഭാഷ് ചേട്ടൻ എന്നെ കടത്തിവിട്ട് അതുകൊണ്ടാണ് പറയാതിരുന്നേന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് നിധിക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് സുധീഷ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.